വയലറ്റ്, സുഖമാണോ? എന്തുണ്ട് വിശേഷമൊക്കെ? ഞാൻ തൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ച. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. വിഷ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, ബൈ. ഹാപ്പി ബർത്ത്ഡേ അനു ആന്റി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനു. പഠിച്ചു വിളിക്കുക. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ അനു ആന്റി. ഹാപ്പി ബർത്ത്ഡേ അനു. ശാരികെ നിന്നെ കാണാൻ താരകം താഴെ വന്നു, ആശംസയേകാൻ എൻ്റെ സ്നേഹവും പോന്നു. കണ്ണിനും കണ്ടല്ലേ നീ, കത്തും വിളക്കല്ലേ നീ, സൗഹൃദം പൂക്കും പോലെ എങ്ങും സുഗന്ധം. ഹായ് വൈലു, very very happy birthday. I do feel so happy to wish you like this, because this is for the first time I'm wishing someone's birthday like this, so I'm very happy. You should thank your husband to have such a wonderful gift on your birthday, and you're so lucky to have him as your better half. Okay, once again I'm wishing you a very happy birthday. May the God bless you to stay healthy and happy. Convey my regards to your family. Love you so much. Nothing else. ഹായ് ഡാ, സുഖമല്ലേ നിനക്ക്? സോ ഇങ്ങനെ വിഷ് പറയണമെന്ന് പറഞ്ഞപ്പോഴും ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്, ബിക്കോസ് ഒത്തിരി നാളായില്ലേ കണ്ടിട്ട്, എല്ലാവരും കൂടിയിട്ട് തന്നെ. സോ ഓൺ യുവർ ബർത്ത്ഡേ വി ആർ വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ഹോൾ ഓഫ് അവർ ഹാർട്ട്. ലവ് യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. വയലറ്റെ, നമസ്കാരം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് കാലം സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ. ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ വയലറ്റെ. ഹലോ വയലറ്റ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നലെ സ്വാതി നിന്നെ പറ്റി ഒരു മെമ്മറി പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുക. എന്നിട്ട് അവൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്താ പറയുക ചോദിച്ചപ്പോൾ അവൾ എന്നോട് ചോദിച്ചു നിനക്കെന്താ ഒരു മെമ്മറി ഇല്ലേ അവളെ പറ്റിയിരുന്നു. അപ്പോൾ ഞാൻ പറയാം, ഫസ്റ്റ് ഡേ നമ്മൾ അമൃതയിൽ ചേർന്ന ആ സമയത്ത്, അതായത് എയിംസിൽ നമ്മൾ അന്ന് തൊട്ട് കണ്ടതാണ്. നമ്മൾ അന്ന് തൊട്ട് ഇവിടെ ഇറങ്ങണം നമ്മുടെ അമൃതയിൽ നിന്ന് ഇറങ്ങണം അന്ന് വരെയുള്ള ഓരോ നിമിഷവും നമ്മൾ ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ഒരു മെമ്മറി ഇല്ല എന്നുള്ളൂ. ഫുൾ മെമ്മറീസ് അല്ലേ നമ്മുടെ റൂമും എല്ലാം കോളേജും എല്ലാം നമുക്കൊരു മെമ്മറീസ് തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരിക, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നതാണ് ദ്രവ്യത്തിന് നമ്മുടെ മാർക്ക്. ദ്രവ്യത്തിന് നമുക്ക് ആ പേപ്പർ കിട്ടിയ ഒരു സമയം, അതെനിക്ക് ഭയങ്കര ഒരു മെമ്മറിയാണ്. നമ്മളെ മൂന്നാളുടെയും സെയിം മാർക്ക്. ക്ലാസ്സിൽ ആരും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് മൂന്നാൾക്കും, എനിക്കും നിനക്കും സ്വാധിക്കും ഒരേ മാർക്ക് കിട്ടിയിട്ട് എൻ്റെ പേപ്പറായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. അയ്യോ, ആ പേപ്പർ കണ്ട് അതിലത്തെ മാർക്ക് കണ്ടിട്ട് ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന നേരത്താണ് സ്വാതിക്ക് പേപ്പർ കിട്ടുന്നത്. സ്വാതിക്ക് അതേ സെയിം മാർക്കെന്ന് പറയുമ്പോൾ നമുക്കൊരു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിനക്കും ആ സെയിം മാർക്ക് തന്നെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മീൻസ് ആ വിഷമം അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ നല്ല അടിച്ച് പൊളിച്ചാണ് നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞത്. വിദ്യയും കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടി പോയി പഴംപൊരി കഴിച്ചു. രാജേൻ്റെ കടയും പഴംപൊരി കഴിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ മെമ്മറി ഉണ്ട്. അപ്പോൾ ഒരു മെമ്മറി ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളൂ, ഇഷ്ടം പോലെ മെമ്മറീസാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇനി പറയുന്നില്ല. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് വയലറ്റെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? വയലത്തല്ല, ഞങ്ങളുടെ അനുമോള്. അപ്പം ഇന്നലെ നൈറ്റാണ് സ്വാതി ഇങ്ങനൊരു ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിരിക്കുന്നത്. വയലറ്റിൻ്റെ ചേട്ടൻ ഒന്നും കരുതരുത്, ചേട്ടൻ്റെ പേര് പറയുമ്പോൾ എപ്പോഴും കൊളാവാറാണ് പതിവ്, അതുകൊണ്ട് ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്നു. വയലറ്റിന് ചേട്ടൻ അല്ല, ഞങ്ങളുടെ അനുമോളുടെ ചേട്ടൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ആക്ച്വലി ഇന്നലെ നൈറ്റ് ഞാൻ കണ്ടില്ല, ഇന്ന് മോർണിംഗ് ആണ് കണ്ടത്. നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ന് മോർണിംഗ് ആണ് ഞാൻ കണ്ടത്. ക്ലാസ് എടുക്കാണ്ട് ഇത്തിരി തിരക്കിലാണുള്ളത്. അപ്പോൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആദ്യത്തെ താങ്ക്സ് ചേട്ടന്. കാരണം വേറെ ഒന്നല്ല, ഞങ്ങൾ അനുമോളെ നല്ലോണം നോക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അവളെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. വളരെ സന്തോഷം. ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒരു താങ്ക്സ് ഞാൻ പറയുന്നു. പിന്നെ അനുമോളെ പറ്റി പറയുകയാണെങ്കിൽ, അനുമോളെ ഇന്നലെ ഇന്നലെ ഈവനിങ് ഞാൻ അനുമോളെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എൻ്റെ മോളുടെ അടുത്ത്. കാരണം വേറെ ഒന്നല്ല, ഒരു സൂപ്പർ ഗ്ലൂ ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഒന്നും കരുതരുത്, സ്വാധീനം നെഗറ്റീവ്, സ്വാധിക്ക് ഓർമ്മ വന്നത് എന്താ പറയുക, അനുമോള് തെന്നിയടിച്ച് വീണതാണ്. അപ്പോൾ എല്ലാം നെഗറ്റീവ് തന്നെ പോയിക്കോട്ടെ. ഇന്നലെ സൂപ്പർ ഗ്ലൂ ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ മോള് ഫസ്റ്റ് ടൈമാണ് ഈ സൂപ്പർ ഗ്ലൂ ഫെവിക്വിക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പം
ഞാൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മൂപ്പര്. അവളുടെ ഒരു ചെറിയ റിങ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു അടുത്ത് വരരുതെന്ന് പറഞ്ഞു. അപ്പം ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് ആലോചിച്ചു. പെട്ടെന്ന് നമുക്ക് വേറെ ഒന്നും പോകേണ്ട ആവശ്യം വന്നില്ല. എക്സാമ്പിളായിട്ട് വയലറ്റിൻ്റെ സ്റ്റോറി തന്നെയുണ്ട്, കണ്ണിൽ സൂപ്പർ ഗ്ലൂ പോയ കഥ. അപ്പോൾ ഞാനൊരു ഹാഫ് ആൻ അവർ എടുത്ത് അത് പതുക്കെ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവൾക്ക് കാര്യം കത്തി, എന്തോ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്, അടുത്ത് പോകാൻ പാടില്ല, കൈയൊക്കെ സ്റ്റിക്കാവും, കണ്ണിൽ പോയ പ്രശ്നമാണ്. അപ്പോൾ അത് പറഞ്ഞ് അങ്ങനെ ഇന്നലെ നിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ ഞങ്ങൾ. പിന്നെ വയലറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാനുള്ളത്, പിന്നെ എൻ്റെ മൈൻഡിൽ ഓർമ്മ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വയലറ്റിന് കുറച്ചൊരു സ്കിൻ കെയർ റുട്ടീൻസൊക്കെ ഉണ്ട്. എസ്പെഷ്യലി നൈറ്റാണ് എൻ്റെ മൈൻഡിൽ നിൽക്കുന്നത്. നൈറ്റിൽ നമ്മളിപ്പോൾ ആകാശം ഇടിഞ്ഞ് വീണാലും വയലറ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്തൊക്കെയാണെന്നറിയില്ല, ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്, ക്രീംസ് ഉണ്ടാവും, അതിനകത്ത് ചിലപ്പം ഫേസ് വാഷോ എന്തൊക്കെയോ സംതിങ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യാതെ വയലറ്റ് ഉറങ്ങാറില്ല. സപ്പോസ് നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ചിലപ്പം നേരത്തെ ഉറങ്ങിപ്പോയാലും രാത്രിയുടെ അന്ത്യാവങ്ങളിൽ മറ്റേ എന്താ പറയുക, നകുലിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന പോലെ തന്നെ വയലറ്റ് എഴുന്നേറ്റ് പോകും. രാത്രി എഴുന്നേറ്റ് പോയി തന്നെ പോകുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട്. അത് എത്ര രാത്രിയായാലും അത് പോയിട്ട് വാഷ്റൂം പോയി അതൊക്കെ ആ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നിട്ടേ അനുമോൾ ഉറങ്ങാറുള്ളൂ. അത് സ്കിൻ കെയർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് അറിയാം. പിന്നെ എന്താണ്, ഇങ്ങനെ തന്നെ ഭയങ്കര നമ്മുടെ ആ ഒരു കോളേജ് കാലഘട്ടം നല്ലതായിരുന്നു. ഒരു ഗ്രൂപ്പ് ഭയങ്കര അലമ്പൊന്നുമല്ല. ഇപ്പോൾ വയലറ്റ് സ്വാതി പറഞ്ഞു മറ്റേ കാർഡ്സിൻ്റെ കാര്യമൊക്കെ, ചീട്ടുകളിയൊക്കെ പറഞ്ഞു. ഒന്നും അല്ല അവിടുത്തത്. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നമ്മളൊന്നും എൻജോയ് ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയുള്ളൂ. എന്നാലും നമ്മൾ ആ ഒരു 5-5.5 കൊല്ലം നമ്മൾ മാക്സിമം നമ്മളെ ചെറിയ പരിമിതിക്കുള്ളിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ല മെമ്മറീസാണ്. എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. ആ ഒരു ഗ്യാങ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പം നമ്മുടെ ഒരു പ്രായം കഴിയുമ്പോൾ അറിയാലോ, ഒരു ഏജ് കഴിയുമ്പോൾ പലതും മിസ് ചെയ്യും. പഴയ മെമ്മറീസൊക്കെ അങ്ങനെ വരും. ചിലപ്പം നമ്മുടെ കുട്ടികളോട് നമ്മൾ പഴയ മെമ്മറീസ്, ഇപ്പം ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത പോലെ പലതും പഴയ മെമ്മറീസൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം എനിവേ ഒരു എന്താ പറയുക, ഒരു 100,000 ജന്മദിനാശംസകൾ. 100,000 എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെ കുറച്ച് കാലം എത്രയാണെന്ന് നമുക്ക്, കാരണം നമ്മുടെ ലൈഫ് സ്പാനൊക്കെ കുറവാണ്. അത്രയും കാലം സന്തോഷം, സമാധാനം, 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതെന്തായാലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ചേട്ടനും മക്കൾക്കും എല്ലാവർക്കും എൻ്റെ എന്താ പറയുക, ഒരു ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബൈ, എൻജോയ്. Hi Violet, wish you many happy returns of the day. May you have all the happiness in this world. Enjoy your day. Hi Dee, happy birthday, many more happy returns of the day. എനിക്കറിയാം നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കിട്ടുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷമാവുമെന്ന് വിചാരിക്കണം. അതേപോലെ ലൈഫിൽ എപ്പോഴും ബർത്ത്ഡേക്ക് മാത്രമല്ല, ലൈഫിൽ എപ്പോഴും എല്ലാ മൊമെൻറ്റിലും നീ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ എല്ലാ വിശ്വാസം. പിന്നെ സ്വാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറയാനാടി, നല്ലത് തന്നെ. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പം ഞാനാണെങ്കിലും ഷംനയാണെങ്കിലും ഹിംബോളാണെങ്കിലും എല്ലാം കുറച്ച് ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ടീമാണ്. ഞങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നീ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട്, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നിരിക്കാം, ബട്ട് നീ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരുന്നത് അത് തന്നെയാണ്, ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ്. പിന്നെ കണ്ണുകളിരണ്ടാളിലെ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു അതിലെ ഹീറോയിനായിട്ട് നിന്നെ. അപ്പോൾ അതേപോലെ ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് വയലറ്റിനെ എപ്പോഴും, ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഓർക്കുന്നുണ്ടാവുക അങ്ങനെ തന്നെ ആയിരിക്കാം. പിന്നെ എന്താ പറയുക, 518 ആണ്, കുറേ മെമ്മറീസ് ഉണ്ട്. 518 ആണ് ലൈഫിലെ ഏറ്റവും കുറച്ച് നല്ല കുറേ മൊമെൻറ്റ്സ് നമുക്ക് 518 ലൈഫിൽ നമ്മൾ ഏറ്റവും ഓർക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളിൽ മെജോറിറ്റി ഭാഗങ്ങളും 518 മറ്റേ ഇസ്തിരിപ്പെട്ടി തിരിച്ച് വെച്ച് മാഗി കുക്ക് ചെയ്യുന്നതും, നീ ക്രിസ്മസിന് പോയിട്ട് വരുമ്പോൾ വൈന് കൊണ്ടുവരുന്നതും ഒക്കെ ഏറ്റവും നല്ല മെമ്മറീസ് ആയിരുന്നു 518. നിന്നെക്കുറിച്ച് നല്ല മെമ്മറീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഡി. Happy birthday, Vailu. Let all your years be filled with love, laughter, and all your favorite things. Happy birthday. Happy birthday, dear Violet. May God bless you. Stay healthy. Thank you. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, ഞങ്ങൾ പാടുന്നു സന്തോഷ ജന്മദിനം കുട്ടിക്ക്. പിന്നെ എന്തുകൊണ്ട് വയലറ്റ് വിശേഷങ്ങൾ? ഹാപ്പി ബർത്ത്ഡേ ടു യു.
പിന്നെ നീ ആരോഗ്യവും സന്തോഷത്തോടു കൂടിയും ഇനിയും ഒത്തിരി നാൾ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടന്മാരും ചേച്ചിമാരും പിന്നെ കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ടോട്ടി ചേട്ടാ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവരെയും ഇങ്ങനെ കണക്ട് ചെയ്യാനും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വീഡിയോ അവർക്ക് വേണ്ടി കൊടുക്കാനും പറ്റിയതിൽ ഭയങ്കര താങ്ക്സ് ടൂട്ടി ചേട്ടന്. എനിക്കറിയില്ല ടൂട്ടി അങ്ങനെ തന്നെയാണോ വിളിക്കുന്നതെന്ന് അറിയില്ല, എങ്കിലും സോറി, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അവളെൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആ ഉള്ള 5.5 കൊല്ലവും സൂപ്പറായിരുന്നു വയലറ്റിൻ്റെ കൂടെ. അവൾ കൊണ്ടുവന്ന കേക്കും വൈനും ഒക്കെ ഇപ്പോഴും ആ ഒരു ടേസ്റ്റ് ഞങ്ങളുടെ നാക്കിലുണ്ട്. പിന്നെ ദുബായ് മിഠായികൾ ഇതെല്ലാം ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ വയലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ അടിപൊളിയാണ്. ടോട്ടി ചേട്ടനും അറിയാം അവൾ എത്രത്തോളം സ്പെഷ്യലാണെന്ന്. ഞങ്ങൾക്ക് ആർക്കും അവളെ മറക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ റൂംമേറ്റും കൂടെ ആയതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല വയലറ്റിനെ. പിന്നെ വയലറ്റെ, ഞാൻ ശർമ്മ സാറിനോടൊരു വീഡിയോ ചെയ്യാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുക. പറയട്ടെ? ശർമ്മ സാറിനെ കൊണ്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യിപ്പിക്കാൻ നിനക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും ഇവിടെ ഫാമിലിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വിദ്യയും ഷബ്നയും സുനിത്ര, സ്വാതി, ഷബ്ന എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാണാം. എപ്പോഴെങ്കിലും നാട്ടിൽ ഞാൻ വരുവാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. എന്നാലും ഹാപ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ വയലറ്റ്. ഇന്നലെയാണ് ടോട്ടി ചേട്ടൻ രാത്രിയാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫുൾ ഉറക്കം വെച്ചിലാണ്, നീ അത് കാര്യമാക്കണ്ട. ഓക്കെ, എന്തായാലും എനിക്കിങ്ങനെ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് അതൊക്കെയാണ്. വീട്ടിലൊന്നും എൻ്റെ ഒന്നും ബർത്ത്ഡേ ഇതുവരെ വീട്ടിലൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല. നമുക്ക് ആകെയുള്ള നല്ല മെമ്മറീസ് അവിടുത്തെ ബർത്ത്ഡേ കട്ടിങ് മീൻസ് കേക്ക് കട്ടിങ്ങും ഇതൊക്കെയാണ്. കുറേ മെമ്മറീസ് ഉണ്ടല്ലോ. എനിക്ക് ഫസ്റ്റ് നിൻ്റെ മെമ്മറി വരുന്നത്, ഞാൻ ഫസ്റ്റ് വയലറ്റ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ നീ നമ്മളെ കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെളി ഉണ്ടായിട്ട് നീ ഇവിടെ തെന്നി വീണു, എന്നിട്ട് ജാക്കറിയൊക്കെ കണ്ട് ആ ഒരു സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഓർമ്മയുള്ളത്, നമ്മൾ മറ്റേ ആദ്യം പഴയ ഹോസ്പിറ്റലിൻ്റെ മുകളിലത്തെ അവിടെ വെച്ചിട്ട് നമ്മൾ മറ്റേ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നില്ലേ. അപ്പോൾ മറ്റേ ജീരാൻറ്റി വന്ന് പിടിച്ച് ഷീട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് എനിക്ക് പിന്നെ ഓർമ്മ തന്നെ. പിന്നെ ആ ചീട്ട് പോയില്ലോ, നീ ആയിരുന്നല്ലോ ചീട്ട് കൊണ്ടുവന്നത്. എനിക്ക് ഫസ്റ്റ് അപ്പം മെമ്മറീസൊക്കെ അങ്ങനെ നോക്കുമ്പം ഇതൊക്കെയാണ് ആദ്യം ഓർമ്മ തന്നെ. എനിക്ക് ഫസ്റ്റ് ഓർമ്മ തന്നെ നീ അവിടെ ചെയ്യണതാണ്. അതാണ് എനിക്ക് ആദ്യം ഓർമ്മ തന്നെ. ഓക്കെ, അപ്പോൾ ബർത്ത്ഡേ ഒക്കെ എങ്ങനെ പോകണു? ടൗട്ട് ചേട്ടൻ ഇന്നലെ രാത്രിയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും സമയം കിട്ടിയില്ല. ഓക്കെ, എനിവേ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡി.